ഫ്രണ്ട്സ്, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5 things to remember when writing a killer resume. അതായത് റെസ്യൂമെ എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജോലിക്ക് അപേക്ഷിക്കുമ്പം നമ്മൾ റെസ്യൂമെ വെച്ചാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അപ്പം ആ സാധനം പ്രോപ്പർ അല്ലെങ്കിൽ அந்த ഓപ്ഷൻ തന്നെ നമുക്ക് അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ആ ജോലി വേണോ വേണ്ടോ എന്നുള്ള അവർ തീരുമാനിച്ചോളൂ. അതെങ്ങനെ പ്രോപ്പറാക്കാം? 5 ടിപ്സ്. 5 അല്ല, അതിൽ കൂടുതലുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മെയിൻ 5 സംഭവങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനെല്ലാത്തിനും മുമ്പേ ക്യാപ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു പുതിയ നിങ്ങളതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാണ് 5 ടിപ്സ്. ഫോക്കസ് ഓൺ ദ ടോപ്പ് തേർഡ് ഓഫ് യുവർ റെസ്യൂമെ. അതായത് നമ്മളൊരു റെസ്യൂമെ എഴുതുമ്പം ആദ്യത്തെ 3 കാര്യങ്ങൾ. കാര്യം എപ്പോഴും ഒരു എന്താ പറയുക, ജോബ് എടുക്കാൻ പോകുന്ന ഇത് നോക്കുന്ന ആൾക്കാർ മൊത്തം ഒന്നും വായിക്കാൻ എന്തായാലും പോണില്ല. ആദ്യത്തെ സാധനം, പിന്നെ അവസാനത്തെ കുറച്ച് സാധനം, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അവർ നോക്കുകയുള്ളൂ. കണ്ണിൽ എന്താണോ ആദ്യം പെടുന്നത്. അപ്പം ആദ്യത്തെ സംഭവം കുറച്ച് വൃത്തിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്, ലിങ്ക് യുവർ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ. ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുണ്ടെങ്കിൽ അത് ലിങ്ക് ചെയ്യുക. കാരണം മിക്ക ആൾക്കാരും എന്താ പറയുക, ഈ എംപ്ലോയീസിൻ്റെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ നോക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അതൊരു ജെനുവിൻ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതുവഴി നമുക്ക് അറിയാൻ പറ്റും. അതിനകത്ത് നമുക്ക് തന്നെ കുറേ ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റും. ആൾക്കാരുമായിട്ട്, അതായത് ഈ ഒരു ജോലിപരമായിട്ടും കോർപ്പറേറ്റ് വേൾഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അത് ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് മാക്സിമം അതുമായിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്, സേ നോ ടു ക്ലീഷേ വേർഡ്സ്. ഐ എം ഇൻസ്പയർഡ്, മോട്ടിവേറ്റഡ്, എന്താ പറയുക, അല്ലെങ്കിൽ എന്താ ഭയങ്കര ഡെവലപ്ഡ്, അല്ലെങ്കിൽ എന്താ ഇത്തരം കുറേ വാക്കുകളുണ്ടല്ലോ, എന്താണ് ഭയങ്കര എക്സ്പീരിയൻസ്, അത്തരം വാക്കുകൾ മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കുക. കൂടുതലും ഒത്തൻറ്റിക് ആവാൻ ശ്രമിക്കുക. ഉള്ളതുപോലെ പറയുക. ഓക്കെ, ചുമ്മാ ഈ വാക്കുകൾ എടുത്ത് അവിടെ നിന്ന് നോക്കിയെടുത്ത് കണ എഴുതി വെക്കരുത്. മെൻഷൻ സോഫ്റ്റ് സ്കിൽസ്. നിങ്ങളുടെ പ്രൊഫഷണൽ സ്കിൽസ് അല്ലാണ്ട്, ടെക്നിക്കൽ സ്കിൽസ് അല്ലാണ്ട്, സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആസ് എ ഹ്യൂമൻ നിങ്ങൾക്ക് എന്തൊക്കെ കേപ്പബിൾ ആണ്, കേപ്പബിൾ ഓഫ് ഡൂയിങ് വാട്ട്. അതായത് നമ്മളൊരു ജോബ് എൻവയോൺമെൻറ്റിൽ വരുമ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ അല്ലാണ്ട് ഈ പ്രൊഫഷണലും ടെക്നിക്കലും അല്ലാണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, അത്തരം സ്കിൽസിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആസ് എ ഹ്യൂമൻ, ഗിവ് മെഷറബിൾ മെട്രിക്സ്. ഗിവ് മെഷറബിൾ മെട്രിക്സ് എന്ന് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ മാക്സിമം കൊടുക്കുക. നിങ്ങളെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ മാക്സിമം, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ലാംഗ്വേജ് എത്രയൊക്കെ അറിയാൻ പറ്റും, മാക്സിമം നിങ്ങളെക്കുറിച്ചുള്ളൊരു ഷോർട്ട് രീതിയിലുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഇല്ലേ, പെട്ടെന്ന് നമ്മൾ എവിടെയാണ് ആക്സസിബിൾ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. സോ ഇത്തരം രീതിയിൽ 5 സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന്, കാര്യം റെസ്യൂമെ എപ്പോഴും ഒരു ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിരിക്കണം. അല്ലാണ്ട് വാരി വലിച്ചെഴുതുന്ന ഒരു സംഭവമല്ല റെസ്യൂമെ. ഓൾറൈറ്റ്, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടോപ്പ് തേർഡ് ഓഫ് യുവർ റെസ്യൂമെ. ഡോണ്ട് റൈറ്റ് യുവർ ഒബ്ജക്റ്റീവ്. നമ്മളുടെ ഒബ്ജക്റ്റീവ് അല്ല നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതായത് ഐ വാണ്ട് എ ജോബ്, എനിക്ക് ഇന്ന സാധനങ്ങളാണ് വേണ്ടത്, ഇന്ന രീതിയിലത്തെ ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ താല്പര്യം, അതൊന്നും എഴുതി വെക്കരുത്. വായിക്കുന്ന ആൾക്കറിയാം താങ്കൾക്കൊരു ജോബാണ് വേണ്ടത്, താങ്കൾ അതുകൊണ്ടാണ് ഈ കമ്പനിയിൽ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇതൊന്നും അല്ല. നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ സമ്മറി വെക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾ എന്തായിരുന്നു നിങ്ങൾ കഴിഞ്ഞ വർഷം വരെ. സോ അത്തരം രീതിയിലുള്ള കാര്യം വെക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഒരിക്കലും ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് എന്താണ് വേണ്ടത്, അതൊരിക്കലും ഡിസ്പ്ലേ ചെയ്യരുത്. റൈറ്റ് എ പ്രൊഫഷണൽ സമ്മറി ലൈക്ക് ഹാസ് സെഡ്. അതായത് നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്തു, എന്തായിരുന്നു നിങ്ങളവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഇന്നതൊക്കെയാണ് എന്നുള്ള രീതിയിൽ, ഞാൻ ഇന്നൊക്കെ രീതിയിലാണ് വർക്ക് ചെയ്തത് എന്നുള്ള രീതിയിൽ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, മാക്സിമം കഴിഞ്ഞ ഒരു 3 ലൈൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻക്ലൂഡ് ആൻ ഏരിയാസ് ഓഫ് എക്സ്പെർട്ടീസ് സെക്ഷൻ. നമ്മൾ എവിടേക്കാണ് എക്സ്പെർട്ടീസ്, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ കുറച്ചെങ്കിലും മികച്ച രീതിയിൽ നമ്മൾ എക്സിബിറ്റ് ചെയ്യുമല്ലോ. സോ അത് നമ്മൾ കുറച്ച് എടുത്ത് കാണിക്കാൻ ശ്രമിക്കുക. യൂസ് ബുള്ളറ്റ് പോയിന്റ്സ് ടു ഡ്രോ അറ്റൻഷൻ ടുവേർഡ്സ് വർക്ക് എക്സ്പീരിയൻസ്. വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ വയ്ക്കുമ്പോൾ മാക്സിമം ബുള്ളറ്റ് പോയിന്റ്സിൽ വയ്ക്കുക. കാര്യം അതാണ്, ചിലപ്പം പറയും 10 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് നമ്മൾ വയ്ക്കുമ്പോൾ അത് കാണിക്കുക. ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ഞാൻ ഇന്ന പൊസിഷനിലാണ് ഞാൻ വർക്ക് ചെയ്തത് എന്ന് പറഞ്ഞ് കാണിക്കുക. എവിടെയാണ് കമ്പനി നെയിം, എന്ത് പൊസിഷനാണ് നിങ്ങൾ ഹോൾഡ് ചെയ്തത്, ഏതാണ് ആ ടൈം ഫ്രെയിം. ഇത് നമ്മൾ ബുള്ളറ്റ് പോയിന്റ്സിൽ കാണിക്കുന്നത് വെച്ചാൽ വായിക്കുന്നവർക്ക് ഓക്കെ, എളുപ്പമാണ് അവർക്ക്. ഓക്കെ ഇന്ന സ്ഥലത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്കിൽസ് നിങ്ങൾ മാക്സിമം എക്സിബിറ്റ് ചെയ്യുക. അവിടെ ഏതെങ്കിലും വർക്ക് ചെയ്ത വർക്ക്ഷോപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത കോൺഫറൻസ്, അത്തരം രീതിയിൽ നിങ്ങൾ അവിടെ എന്തായിരുന്നു, എന്ത് റോളാണ് നിങ്ങൾ പ്ലേ ചെയ്തത്, ഇതെങ്കിലും നിങ്ങൾ വയ്ക്കാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്, നെക്സ്റ്റ് വന്നിട്ട് പ്രൊഫഷണൽ സമ്മറി. The professional summary should include the type of job you are targeting.
നിങ്ങൾ എന്ത് തരം ജോലിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതാണല്ലോ നമ്മുടെ പ്രൊഫഷണൽ സമ്മറി നമ്മൾ പറയുന്നത്. ഞാൻ ഇത്തരം രീതിയിലാണ് ഞാൻ വർക്ക് ചെയ്ത് വന്നത്, ഇന്ന സാഹചര്യങ്ങളിലാണ്, ഇന്ന സംഭവങ്ങളാണ്, ഇതൊക്കെയാണ് എൻ്റെ മാക്സിമം ഇതൊക്കെയുള്ളത്, അത്ര കപ്പാസിറ്റി എന്നൊക്കെയാണ്, എനിക്ക് ഇന്നൊക്കെ കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പം ഇതൊക്കെയാണ് ഞാൻ പിന്നെയും ഫ്യൂച്ചറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം ടൈപ്പ് ഓഫ് ജോബ് യു ആർ ടാർഗറ്റിംഗ്. വൈ ആർ യു ക്വാളിഫൈഡ് ഫോർ ദാറ്റ് ടൈപ്പ് ഓഫ് ജോബ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ജോബിൽ? എന്തുകൊണ്ടാണ്? കാരണം എൻ്റെ കയ്യിൽ ഇത്തരം സ്കിൽസുകളുണ്ട്, അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ജോബ് എനിക്ക് താല്പര്യം, ഞാൻ അതിനകത്ത് മികച്ച ഇത് കാണിക്കുന്നതും അതുകൊണ്ടാണ്. ഓൾറൈറ്റ്, വാട്ട് ആർ യുവർ സ്ട്രെങ്ത്സ്? എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്സ്? ഈ ഒരു പെർട്ടിക്കുലർ റോളിന് വേണ്ടി നിങ്ങളുടെ സ്ട്രെങ്ത്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു എഡ്യൂക്കേറ്റർ ടീച്ചർ മോഡലാണെങ്കിൽ എന്തൊക്കെ സ്ട്രെങ്ത്സ് ആണ് നിങ്ങൾക്കുള്ളത്? പിള്ളേരുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഹേവിയർ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ അതെൻ്റെ ഒരു ടാലൻ്റാണ്. ആ ഒരു കുട്ടികളുമായിട്ട് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ഗ്രാസ്പിംഗ് പവർ ഉണ്ട്. ഇത്തരം രീതിയിൽ ഓരോ ടൈപ്പ് സ്ട്രെങ്ത്സ് ഉണ്ട്. അപ്പം അത് ആ ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെയാണ് ഒരു പ്രൊഫഷണൽ സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. Alright. LinkedIn profile. Put in your LinkedIn profile. An impressive LinkedIn profile has your professional picture. ഒരു അത്യാവശ്യം നല്ല ഫോമൽ ലുക്കിലുള്ള ഒരു പിക്ചർ ഇടുകയാണെങ്കിൽ ഗ്രേറ്റ്. ഇൻഫർമേറ്റീവ് വർക്ക് എക്സ്പീരിയൻസ് സെക്ഷൻ. വർക്ക് എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു സെഷനിൽ നമ്മൾ അതാണ് ഇൻഫാക്റ്റ് എല്ലാവരും നോക്കുന്നത്. കൂടാതെ തന്നെ മീനിങ് ഫുൾ കണക്ഷൻസ്. നമ്മൾ കണകൂടാന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരും പോയി കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് വേണ്ടത് കാരണം ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കൂടുതലും കോർപ്പറേറ്റ് അല്ലെങ്കിൽ ജോബ് പരമായിട്ടുള്ള കണക്ഷൻസിന് വേണ്ടി വെച്ചേക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ അത്തരം രീതിയിലുള്ള കണക്ഷൻസ് ആയിരിക്കണം. അപ്പം നമുക്ക് ടീച്ചിങ് ആണ്, അപ്പം ടീച്ചിങ്ങിൻ്റെ കൂടെ എന്തൊക്കെ വരണം? ടീച്ചിങ്ങിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ സ്കൂൾസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, അത്തരം രീതിയിൽ വർക്ക്ഷോപ്സ് നടത്തുന്ന ഏതെങ്കിലും ഓർഗനൈസേഷൻ, എന്തെങ്കിലും NGOs, ഇത്തരം ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത്തരം പ്ലാറ്റ്ഫോമുമായിട്ട് കണക്ട് ചെയ്യുക. അല്ലാണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കണക്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് വേറെ സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ലിങ്ക്ഡിൻ അത്തരം രീതിയിൽ മാക്സിമം ഉപയോഗിക്കാണ്ട് ഇരിക്കുക. ഓൾറൈറ്റ്, ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ക്യാപ്ഷൻ്റെ വക 30 ഡേ ഫ്രീ അതിനകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത്തരം രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഓരോ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാം, പവർഫുൾ കോൺവെർസേഷൻസ് ആവും, കുറേ കാര്യങ്ങൾ നമുക്ക് ഈ എന്താ പറയുക ക്യാപ്ഷൻ്റെ 30 ഡേയ്സ് ഫ്രീ ടൈമിൽ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടുണ്ട്. ലൈക്ക് സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ലേൺ ആൻഡ് പ്രാക്ടീസ് എസ് എ ഗ്രൂപ്പ്. ചേർന്നിരുന്ന് പഠിക്കാം, നിങ്ങൾക്ക് എന്താ പറയുക പ്രാക്ടീസ് ചെയ്യാം, നിങ്ങളുടെ ഐഡിയാസ് നോളജൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് കിട്ടും, ഓക്കെ എവിടേക്കാണ് നമ്മൾ തെറ്റ് പറ്റുന്നത്, എന്തൊക്കെയാണ് വേറെ ആൾക്കാർ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കൂടാതെ മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ, ഒരു മാസം നിങ്ങൾ എത്രത്തോളം പുരോഗമിച്ചു, എവിടേക്കാണ് നിങ്ങൾ ലാഗ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്യൂസ്. ആൻഡ് എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവും, നിങ്ങളുടെ ഇഷ്യൂസും പ്രോബ്ലംസും സോർട്ട് ഔട്ട് ചെയ്ത് ഒരു കസ്റ്റമൈസ്ഡ് ഫീഡ്ബാക്ക് തരാൻ വേണ്ടിയിട്ട്. ഡെയിലി മൈക്രോ ലെസൺസ്, കാര്യങ്ങൾ അല്ലെങ്കിൽ കോൺസെപ്റ്റ്സിനെ കുറച്ചുകൂടെ ചെറിയ വീഡിയോസിലാക്കി പഠിത്തം കുറച്ചുകൂടെ എളുപ്പമാക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. കൂടാതെ ലൈവ് ക്ലാസ്സസ്, ഇൻസ്ട്രക്ടറുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം ആൻഡ് ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. സോ ഐ തിങ്ക് ഇതൊരു നല്ല പാക്കേജാണ്, നിങ്ങൾ എന്തായാലും ഇത് ജോയിൻ ചെയ്യാം. ഓൾറൈറ്റ്, നോ ടു ക്ലീഷേ ടാഗ്സ്. ഇതെന്താ സംഭവം എന്ന് ഉദ്ദേശിച്ചാൽ അവോയ്ഡ് സച്ച് വേർഡ്സ്. ഡീറ്റെയിൽ ഓറിയൻറ്റഡ്, ടീം പ്ലെയർ, ക്രിയേറ്റീവ്, മോട്ടിവേറ്റഡ്, പാഷനേറ്റ്, ഇത്തരം സംഭവങ്ങൾ നമ്മൾ ചുമ്മാ എഴുതി വയ്ക്കുമ്പം ഇതിന് യാതൊരു അർത്ഥം. എന്ത് പാഷനേറ്റ്, എന്ത് ടീം പ്ലെയർ, എന്താണ് നിങ്ങൾ, അത്തരം രീതിയിൽ നമ്മൾ ഒരിക്കലും ചുമ്മാ എഴുതി വെക്കരുത് ഇത്തരം കീവേഡ്സ്. ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതിൻ്റെയൊക്കെ വേറൊരു മോഡൽ, അതായത് വേറെ രീതിയിൽ നമ്മൾ ഇതിനെ എക്സിബിറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. ഉദാഹരണത്തിന്, ഡോണ്ട് ഫിൽ യുവർ റിസ്യൂമെ വിത്ത് കീവേഡ്സ്. അതായത് ഇപ്പം ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്തരം നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഒരാൾക്ക് എന്ത് മനസ്സിലാവാനാണ്? ടീം പ്ലെയർ ആണ്, എന്ത് ടീം പ്ലെയർ, ഫുട്ബോൾ ടീം പ്ലെയർ ആണോ, അത് അങ്ങനെയാണോ? അങ്ങനെയല്ല. അപ്പം മാക്സിമം നമ്മൾ നമ്മുടെ സോഫ്റ്റ് സ്കിൽസിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കിൽസിൽ നമുക്ക് പറയാൻ പറ്റും, ഞാൻ ഇന്ന ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ എന്നെയായിരുന്നു അവർ മികച്ചതായിട്ട് ഇത് ചെയ്തത്, അത്തരം രീതിയിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റെസ്യൂമെ വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിരിക്കണം. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്സിബിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം പ്രോപ്പർ വെക്കാബുലറി ഉപയോഗിച്ച് വേണം നമ്മളത് എഴുതാൻ. അല്ലാണ്ട് കണകുണാന്ന് എഴുതി വെക്കുന്ന ഒരു സംഭവമല്ല റെസ്യൂമെ, ഓർക്കുക. ടെക്നിക്കൽ സ്കിൽസിലാണെങ്കിലും നമുക്ക് ഇന്ന് പറയാൻ പറ്റും, എനിക്ക് എക്സൽ ഇതുണ്ട്, അതുണ്ട്, അത്തരം രീതിയിൻ്റെ ആവശ്യമൊന്നുമില്ല. അറിയാം, MS എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊക്കെ അറിയാം എന്നുള്ളത്. ഇനിയിപ്പോൾ അതൊന്നും അറിയില്ലെങ്കിൽ ഉള്ള കാര്യം മാത്രം ജസ്റ്റ് മെൻഷൻ ചെയ്യുക, ദാറ്റ്സ് എനഫ്. അപ്പം ഇത്തരം രീതിയിലുള്ള എന്താ പറയുക ക്ലീഷേ ടാഗ്സ് അല്ലെങ്കിൽ ഇത്തരം വേർഡ്സ്, കീവേഡ്സ് മാക്സിമം ഉപയോഗിക്കാണ്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ കാര്യത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഏതെങ്കിലും അറ്റൻഡ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക മാക്സിമം. ഇനി പ്രോ ടിപ്പ്, ഓൾറൈറ്റ്, use free online word cloud tools to add relevant keywords to your resume. Like copy and paste the job description there. Use the keywords generated. Include those in your resume. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ, JD എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ ഏതെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ JD കാണില്ല. അപ്പോൾ JDയിൽ എന്തൊക്കെയാണോ വേണ്ടത്
അപ്പം അതിനകത്ത് ചില കീവേഡ്സ് ഉണ്ടാവും. അത് മാക്സിമം നമ്മൾ നമ്മുടെ റെസ്യൂമേയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ നോക്കുന്ന AI വെച്ചിട്ട് നമ്മൾ നോക്കുമ്പം അവർ നോക്കുമ്പോൾ എന്താ, ഓക്കെ JDയും ഇവരുടെ റെസ്യൂമായിട്ട് മാച്ച് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ്, സ്കിൽസ് ഏതൊക്കെയാണ്, അങ്ങനെ അവർ നോക്കിയാണ് ചിലത് സെലക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ JD നോക്കുമ്പം ഇത്തരം വാക്കുകൾ ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ്. നമ്മുടെ റെസ്യൂമെ അവർ മാക്സിമം സെലക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. കൂടാതെ യൂസ് ദ കീവേഡ്സ് ജനറേറ്റഡ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻക്ലൂഡ് ദോസ് ഇൻ യുവർ റെസ്യൂമെ. നമ്മുടെ റെസ്യൂമിൽ അത്തരം വാക്കുകൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ടെക്നോളജി വളരുന്തോറും സെലക്ട് ചെയ്യുന്ന പ്രക്രിയയും വളരെ വ്യത്യാസമാണ്. ഇപ്പോൾ എല്ലാവരും ഇരുന്ന് പഠിക്കലൊന്നുമല്ല. ആദ്യം നോക്കും, ചിലപ്പോൾ ഇപ്പം ഇത്തരം രീതിയിലാണ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡും, എന്താ പറയുക, ഇത്തരം ടെക്നോളജി വന്ന് നമ്മളെ ആൾക്ക് ചിന്തിച്ചിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് മാച്ചാണോ, ജോബ് ഡിസ്ക്രിപ്ഷനായിട്ട് വേണ്ട റെസ്യൂം മാച്ച് ഉണ്ടെങ്കിൽ എടുക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. സോ ആ രീതിയിലും നമ്മൾ നമ്മുടെ റെസ്യൂമിയെ മോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾ റൈറ്റ്. മെൻഷൻ സോഫ്റ്റ് സ്കിൽസ്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ സോഫ്റ്റ് സ്കിൽസ് നമ്മുടെ പ്രൊഫഷണലും ടെക്നിക്കലും അല്ലാണ്ട് സോഫ്റ്റ് സ്കിൽസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഇൻ എ റെസ്യൂമെ. ടൈപ്സ് ലൈക്ക് ലീഡർഷിപ്പ്, ടീം വർക്ക്, കമ്മ്യൂണിക്കേഷൻ, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. സോ ഇത്തരം രീതിയിലുള്ള സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു കോർപ്പറേറ്റ് വേൾഡിന് ഏറ്റവും കൂടുതൽ വേണ്ടതായിരിക്കും. അപ്പം ഇതൊക്കെ എങ്ങനെയാണ്, എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയത്, അതൊക്കെ കുറച്ചുകൂടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അഡാപ്റ്റബിലിറ്റി, അത് ഏറ്റവും കൂടുതൽ വേണ്ടതാണ്. ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അത്തരം സ്കിൽസ് നമ്മൾ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾ റൈറ്റ്. ഗിവ് മെഷറബിൾ മെട്രിക്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഗിവ് നമ്പേഴ്സ് ആൻഡ് പെർസെൻറ്റേജ്. നമ്മുടെ കാര്യങ്ങൾ, അതായത് ഇപ്പം അച്ചീവ് ചെയ്ത ഏതെങ്കിലും സർട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ കോഴ്സസ്, അതിനകത്ത് നമ്മൾ എത്രയൊക്കെ ഗെയിൻ ചെയ്തു അത് പെർസെൻറ്റേജിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വാലിഡേറ്റ് യുവർ അച്ചീവ്മെൻറ്റ്സ് ഇൻ പാസ്റ്റ് കമ്പനീസ് വിത്ത് ഡാറ്റ മാക്സിമം കൊടുക്കുക. കമ്പനിയിൽ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും സംഭവങ്ങളൊക്കെ എനിക്ക് കിട്ടി, അതൊക്കെ ഒരു ഡാറ്റയിലാക്കി കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ കാണാൻ വൃത്തിയുണ്ടാവും. അതായത് അക്കംപ്ലിഷ്ഡ് എക്സ് ആസ് മെഷേർഡ് ബൈ വൈ ബൈ ഡൂയിങ് സോ. ഞാൻ ഇന്ന കാര്യം ചെയ്തത് ഇവർ മെഷർ ചെയ്തിട്ട് ഞാൻ എന്താ പറയുക, ഇത്ര രീതിയിലാണ് എനിക്ക് എൻ്റെ മാർക്ക് കിട്ടിയത്. അങ്ങനെയൊക്കെ കാര്യം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഓക്കെ, നമ്മളെ തന്നെ മാക്സിമം രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുവാണ്. ദാറ്റ്സ് എ വെരി ഗുഡ് വേ ടു ഗോ. സോ ഇത്തരം രീതിയിൽ നിങ്ങൾ നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ നമ്പർ വൈസ് അല്ലെങ്കിൽ ആ ഒരു മോഡിലൊക്കെ നമ്മൾ റെസ്യൂം എഴുതുവാണെങ്കിൽ ദാറ്റ്സ് എന്താ പറയുക, ചാൻസസ് ആർ റിയലി ഹൈ ആ ഒരു സംഭവം ഗോ ത്രൂ ചെയ്യാനായിട്ട്. പറയാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴും പറയും റെസ്യൂമെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കണം, എന്നാൽ ഇതൊക്കെ ആഡും ചെയ്യണം, എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മൾ എഴുതി മെനക്കെട്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം നമുക്ക് അതിൻ്റെ ഒരു എൻഡ് പ്രോഡക്റ്റ് കിട്ടുക. സോ മാക്സിമം രീതിയിൽ അതിനാണ് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രൊനൗൺസിയേഷൻ ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് റെസ്യൂമെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ സമയത്ത് നമ്മൾ നോക്കിയാൽ മതി. വൊക്കാബുലറി, ഗ്രാമർ, അതുപോലെ തന്നെ മാക്സിമം വേർഡ്സ് ഒത്തൻറ്റിക് ആക്കുമ്പോൾ നമ്മൾ മാക്സിമം പ്രോപ്പർ കോണ്ടെക്സ്റ്റിലുള്ള വേർഡ്സ് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സോ അത്തരം രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു റെസ്യൂമെ, ഒരു അടിപൊളി റെസ്യൂമെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓൾ റൈറ്റ്. സോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് വഴി നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങളുടെ സജഷൻസ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ 30 days ഫ്രീ ട്രയൽ കിട്ടാൻ വിസിറ്റ് capshine.com അല്ലെങ്കിൽ Capshine ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.